എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും സഹപാഠിയും സഹബാച്ചുകാരനും സമപ്രായക്കാരനുമായ ബഹുമാനപ്പെട്ട മൈക്കിളച്ചൻ്റെ ദേഹവിയോഗത്തിലുള്ള എൻ്റെ ഏറ്റവും അഗാധമായ വേദനയും ദുഃഖവും ബഹുമാനുശോചനവും ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് സെമിനാരിൽ ചേർന്നു എങ്കിലും 2 സെമിനാറിലാണ് പഠിച്ചത്. ഞാൻ പാലായിൽ പഠിച്ചു, അച്ഛൻ തലശ്ശേരിയിൽ പഠിച്ചു. ഫിലോസഫി അച്ഛൻ ആലുവ സെമിനാരിയിൽ ആണ് പഠിച്ചത്, ഞാൻ തിരുച്ചിനാപ്പള്ളി സെമിനാരിയിലും പഠിച്ചു. തിയോളജി ഞാൻ തിരുച്ചിനാപ്പള്ളിയിൽ പഠിച്ചു, അച്ഛൻ റോമിൽ പഠിച്ചു. ഒരു വർഷം തന്നെ ഞങ്ങൾ 67 വൈദികരായി അഭിഷിക്തരായി. പക്ഷെ അച്ഛൻ അതിനുശേഷം ദീർഘനാളത്തേക്ക് 10-13 വർഷത്തോളം റോമിൽ തന്നെ ബൈബിൾ പഠനം തുടരുകയാണ് ചെയ്തത്. അതുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അച്ഛൻ രൂപതയിലേക്ക് തിരിച്ചെത്തിയത്. അച്ഛൻ വന്നതിന് ശേഷം ഞങ്ങൾ ഒരേ വർഷം പട്ടം സ്വീകരിച്ചിരുന്നു എന്നുള്ള നിലയിലും സഹപാഠി എന്ന നിലയിലുള്ള വലിയ സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അച്ഛൻ ബൈബിൾ രംഗത്ത് ഏറ്റവും പ്രശസ്തമായ രീതിയിലുള്ള പഠനം പൂർത്തിയാക്കിയാണ് വന്നത്. അതിനുശേഷം അച്ഛന് ഒത്തിരിയേറെ ബൈബിൾ സംബന്ധമായ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ അതിരൂപതയിൽ ചെയ്യുകയുണ്ടായി. ഞാനിപ്പോഴും ഓർക്കുന്നു, ആലക്കോട് ഞാൻ വികാരിയായിരിക്കുന്ന കാലത്ത് അവിടെ യൂത്തിനെ സംഘടിപ്പിച്ചു. KCOM-ൻ്റെ ആരംഭ കാലഘട്ടമായിരുന്നു. 400ഓളം യുവാക്കളുണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു, മൈക്കിളച്ചനൊരു ക്ലാസ്സുണ്ട്, ബൈബിൾ ക്ലാസ്സാണ്. ആദ്യം അവർ പറഞ്ഞു ബൈബിൾ ക്ലാസ് വേണോ വെച്ചാൽ ചോദിച്ചു. എങ്കിലും അച്ഛൻ ക്ലാസ് ഒന്ന് എടുത്തു, ഒരു ഞായറാഴ്ച. അന്ന് ഈ 400ഓളം കുട്ടികൾ, യുവാക്കന്മാർ ഒരുമിച്ച് ഒറ്റ ഏകസ്വരത്തിൽ പറഞ്ഞത്, അച്ഛാ നമുക്ക് എല്ലാ മാസവും അച്ഛൻ്റെ ക്ലാസ് വേണം. അത്രമാത്രം സ്വാധീനിക്കുന്നതും ഒപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഹൃദ്യമായ ഭാഷയിലുള്ളതുമായിരുന്നു അച്ഛൻ്റെ ആ ബൈബിൾ ക്ലാസ്സുകൾ. പിന്നെ അച്ഛൻ പ്രാവശ്യം വന്ന് അച്ഛനോട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുപോലെ അച്ഛൻ്റെ ആദ്യകാലത്തുള്ള ബൈബിൾ ചിത്രകഥ, ആദ്യകാലത്ത് പലരും അതിനെ സംശയദൃഷ്ടിയോടെ കണ്ടെങ്കിലും പിന്നീട് അത് കേരളത്തിൽ മാത്രമല്ല ഇന്ന് ആഗോളതലത്തിൽ തന്നെ വിവിധ ഭാഷകളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട് ഒത്തിരിയേറെ കുട്ടികൾക്ക് വിശ്വാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ കൊടുക്കുവാൻ അതിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ ദീർഘകാലം തലശ്ശേരി ജോലി ചെയ്തു. പിന്നീട് അങ്ങോട്ട് അച്ഛൻ്റെ പ്രവർത്തന മണ്ഡലം, അച്ഛന് തലശ്ശേരിയിലായിരുന്ന കാലത്ത് ബൈബിൾ സംബന്ധമായ ഒത്തിരിയേറെ ഗ്രന്ഥങ്ങൾ എഴുതി, ഒത്തിരി ക്ലാസ്സുകൾ നടത്തി, ഒത്തിരിയേറെ പഠനങ്ങൾക്ക് അദ്ദേഹം മറ്റുള്ളവർക്ക് പ്രചോദനം നൽകി. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛനെ ദൈവം ഏൽപ്പിച്ച ദൗത്യം ബൈബിളിലൂടെ ഈശോയെ ലോകത്തിന് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം ഏറ്റവും മനോഹരമായ രീതിയിൽ അച്ഛൻ അത് ചെയ്തു തീർത്തു. അതിനുശേഷം 10-20 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ഇവിടെ നിന്ന് തൻ്റെ പ്രവർത്തന മണ്ഡലം തെക്കൻ കേരളത്തിലേക്ക് മാറ്റി. പ്രത്യേകിച്ചും പോട്ട കേന്ദ്രീകരിച്ചുള്ള ധ്യാന കേന്ദ്രത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് അവിടെ ബൈബിൾ ക്ലാസ്സുകൾ, പഠനങ്ങൾ, സെമിനാറുകൾ, അങ്ങനെ അച്ഛൻ്റെ ജീവിതം മുഴുവനും വിശുദ്ധ ഗ്രന്ഥം, അതിലൂടെ ഈശോയെ, ദൈവത്തെ ലോകത്തിന് മനുഷ്യർക്ക് കൊടുക്കുക എന്നുള്ള ആ ദൗത്യം മനോഹരമായി നിർവഹിച്ചു. ഇതിനിടയ്ക്ക് അദ്ദേഹം തൃശ്ശൂർ മേജർ സെമിനാരിയിലെ സ്ക്രിപ്ചർ പ്രൊഫസറായിട്ടും സ്പിരിച്വൽ ഫാദറായിട്ടും നിയമിതനായി. വർഷങ്ങളോളം അദ്ദേഹം അവിടെ സേവനം ചെയ്തു. 75 വയസ്സ് കഴിഞ്ഞപ്പോൾ റിട്ടയർ ചെയ്യേണ്ടതാണെങ്കിലും 80 വയസ്സ് വരെ അച്ഛനെ അവിടെ സെമിനാരിയിൽ നിർത്തി. 2.5 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനെ ഇവിടെ ഞങ്ങളുടെ ഈ പ്രീസ്റ്റ് ഹോമിലേക്ക് വിശ്രമാർത്ഥം എത്തുകയുണ്ടായി. പക്ഷേ അച്ഛന് വിശ്രമം ഉണ്ടായിരുന്നില്ല. അന്ന് മുതൽ എനിക്കറിയാം അച്ഛന് വീണ്ടും തൻ്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും യൂട്യൂബിലുള്ള സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു, പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു. ഇവിടെ വന്ന ശേഷം പല പുസ്തകങ്ങളും വായിക്കുവാനും ഒപ്പം തന്നെ അതിൻ്റെ പ്രൂഫ് വായിച്ച് അച്ഛന് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അവസാനമായിട്ട് അച്ഛൻ്റെ ഒരു ആത്മകഥ അച്ഛൻ എഴുതി. പ്രസിദ്ധീകരണ യോഗ്യമാണോ എന്നറിയുവാൻ അച്ഛൻ എന്നെ ഏൽപ്പിച്ചു. ഞാനത് തീർച്ചയായിട്ടും പ്രസിദ്ധീകരിക്കണം, മനോഹരമാണ്. അതിനുവേണ്ടി അച്ഛനത് അടുത്ത കാലത്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇവിടെ വന്ന ശേഷം ഞങ്ങളുടെ സൗഹൃദം 100 ഇരട്ടി വർദ്ധിച്ചു നീനം പറയാൻ സാധിക്കും. കാരണം അന്നാണ് ഞങ്ങൾ ഏറ്റവും അടുത്ത് പ്രവർത്തിച്ച് ജീവിച്ചത്. ഇവിടെ വന്ന ശേഷം അച്ഛൻ്റെ എല്ലാ ആധ്യാത്മിക ഭൗതിക കാര്യങ്ങളും അച്ഛൻ എന്നോട് ഷെയർ ചെയ്തിരുന്നു, സംസാരിച്ചിരുന്നു. പലപ്പോഴും എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നിരുന്നു. അങ്ങനെ ആ ഒരു ഹൃദ്യമായ ആത്മാർത്ഥമായ ആത്മീയ ബന്ധവും മാനുഷിക ബന്ധവും പൗരോഹിത്യ ബന്ധവും ഞങ്ങൾ പുലർത്തിയിരുന്നു. ഞാൻ എൻ്റെ ജ്യേഷ്ഠന് അസുഖം മൂലം കഴിഞ്ഞ ഞായറാഴ്ച അദ്ദേഹം ആശുപത്രിയിലാണ്. അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. പോകുന്നതിന് മുമ്പ് അച്ഛനെ സന്ദർശിച്ചു. അതിന് മുമ്പ് പലപ്പോഴും സന്ദർശിക്കുകയുണ്ടായി. വളരെ സന്തോഷകരമായിട്ട് അച്ഛൻ ജീവിച്ചു. അച്ഛൻ്റെ അവസാന കാലത്ത് ലുക്കേമിയ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ രോഗം. പക്ഷേ
അച്ഛനും അച്ഛൻ്റെ സഹോദരി ഡോക്ടറാണ്. അവരുകൊണ്ട് തീരുമാനിച്ചു ഇനി പ്രത്യേക കീമോതെറപ്പിയോ അങ്ങനെയുള്ള ഒന്നും ആവശ്യമില്ല. ദൈവം തന്ന ജീവിതം മനോഹരമായിട്ട് ജീവിച്ച് തീർത്തിട്ടുണ്ട്, ഇനി അങ്ങ് പോയാൽ മതി എന്നുള്ള ചിന്തയോടെ അച്ഛൻ അക്കാര്യം എന്നോട് പറഞ്ഞ് സൂചിപ്പിച്ചു, വ്യക്തമായിട്ട് പറഞ്ഞു. അച്ഛൻ ശാന്തമായി സന്തോഷവാനായി കഴിയുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. ഏതായാലും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം ഏറ്റവും മനോഹരമായി പൂർത്തീകരിച്ച് പിതാവിൻ്റെ പക്കലേക്ക് പോയിരിക്കുകയാണ്. ഞാൻ പോവുകയാണെന്നൊക്കെ എന്നോട് യാത്ര പറഞ്ഞാണ് ഞങ്ങൾ പിരിഞ്ഞത്. എങ്കിലും ഞാൻ വന്നിട്ടേ പോകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. ഏതായാലും അദ്ദേഹം സന്തോഷത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് എന്നറിയാൻ സന്തോഷമുണ്ട്. തീർച്ചയായും അവസാന ദിവസങ്ങൾ എനിക്കറിയാം അച്ഛൻ എത്രമാത്രം സ്വസ്ഥനായിരുന്നു. ആകലെയൊന്നും കൂടാതെ സന്തോഷത്തോടെ ആരോടും പിണക്കമോ വിശുദ്ധോഷമോ ഒന്നും കൂടാതെ സന്തോഷമായി സൗമ്യമായി ദൈവപിതാവിനെ ദർശിക്കുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അതിനായി ഒരുങ്ങിക്കൊണ്ട് അച്ഛൻ സന്തോഷത്തോടുകൂടി പ്രത്യേകിച്ചും ദൈവം അനുഗ്രഹിച്ച് വലിയ വേദനകളൊന്നും നൽകാതെ അദ്ദേഹത്തെ ശാന്തമായി കടന്നു പോകാൻ ദൈവം അനുവദിച്ചു. ഈശോയ്ക്ക് നന്ദി പറയുന്നു. അച്ഛൻ്റെ ജീവിതത്തെപ്പറ്റി മനോഹരമായ ജീവിതം ദൈവം കൊടുത്തു. ആ ജീവിതം അതിമനോഹരമായിട്ട് ജീവിച്ചു തീർത്തു. ഇവിടെ ഈ ലോകത്തിൽ ജീവിച്ചു തീർത്തു. ഇനി സ്വർഗീയ പിതാവിൻ്റെ പക്കൽ ആ ജീവിതം തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ്. താമസിയാതെ കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പ്രിയ സുഹൃത്തിൻ്റെ അഭിവാദനങ്ങളും പ്രാർത്ഥനകളും ഞാൻ അർപ്പിക്കുന്നു. നമുക്ക് സ്വർഗത്തിൽ വെച്ച് ഇനിയും കാണാം അച്ഛാ.